നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊല്ലവർഷം 1202 ആണ്ട് മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് പ്രകാരമായിരിക്കും. നിങ്ങളുടെ തൊഴിൽ, ബിസിനസ്, സാമ്പത്തികം, കുടുംബജീവിതം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയിലൊക്കെ ഈ വർഷം എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഈ വർഷത്തെ പ്രധാന ഗ്രഹമാറ്റങ്ങളായ വ്യാഴത്തിൻ്റെ, ശനിയുടെ, രാഹുകേതുക്കളുടെ ഇവരുടെയൊക്കെ സഞ്ചാരം നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. വീഡിയോയുടെ അവസാനം ഗ്രഹദോഷങ്ങൾ അകറ്റാനുള്ള ലളിതമായ പരിഹാരങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായി ഈ പ്രധാന ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ ഒന്ന് നോക്കാം. വ്യാഴം 2026 ഒക്ടോബർ 31 വരെ നിങ്ങളുടെ ധനഭാവമായ കർക്കടകത്തിലാണ് സഞ്ചരിക്കുന്നത്. അതിനുശേഷം 2027 ജനുവരി 24 വരെ ചിങ്ങൻ രാശിയിലേക്കും, തുടർന്ന് വക്രഗതിയിൽ വീണ്ടും 2027 ജൂൺ 25 വരെ കർക്കടകത്തിലേക്കും വരുന്നുണ്ട്. അതിനുശേഷം ചിങ്ങൻ രാശിയിലേക്ക് പൂർണ്ണമായി രാശി മാറും. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് ഇത് വളരെ ഒരു നിർണായകമായ മാറ്റമാണ്. കർമ്മകാരകനായ ശനി 2027 ജൂൺ മാസം വരെ നിങ്ങളുടെ 10ാം ഭാവമായ മീനൻ രാശിയിലാണ്. അതിനുശേഷം മേടൻ രാശിയിലേക്കും രാശി മാറും. 2026 ഡിസംബർ 5 രാഹു കുംഭത്തിൽ നിന്ന് മകരത്തിലേക്കും, കേതു ചിങ്ങത്തിൽ നിന്ന് നിങ്ങളുടെ ധനഭാവമായ കർക്കടകത്തിലേക്കും രാശി മാറുന്നുണ്ട്. ഈ ഗ്രഹസ്ഥിതി നിങ്ങളുടെ ജീവിതത്തിലെ വിവിധ മേഖലകളെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് വിശദമായി നോക്കാം. ആദ്യം മിഥുനൻ രാശിക്കാരുടെ തൊഴിൽ മേഖലയെപ്പറ്റി ചിന്തിക്കാം. 2027 ജൂൺ വരെ ശനി 10ാം ഭാവത്തിൽ തുടരുന്നതിനാൽ ജോലിയിൽ കഠിനാധ്വാനമൊക്കെ ആവശ്യമായി വരുന്നതാണ്. ജോലിസ്ഥലത്ത് ഉത്തരവാദിത്തങ്ങളൊക്കെ വർദ്ധിക്കും. മേലധികാരികളിൽ നിന്ന് സമ്മർദ്ദമൊക്കെ ഉണ്ടായേക്കാം. എന്നാൽ ഒക്ടോബർ വരെ വ്യാഴം 2ാം ഭാവത്തിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. പ്രതിസന്ധികളെയൊക്കെ ബുദ്ധിപൂർവ്വം മറികടക്കാൻ സാധിക്കുന്നതാണ്. വിദേശത്തോ അല്ലെങ്കിൽ ദൂരസ്ഥലങ്ങളിലോ ഒക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് 2026 ഒക്ടോബറിന് മുൻപുള്ള സമയം വളരെയധികം അനുകൂലമാണ്. ജൂണിന് ശേഷം ശനി മേടൻ രാശിയിലേക്ക് മാറുന്നതോടെ തൊഴിൽ രംഗത്തെ തടസ്സങ്ങളൊക്കെ നീങ്ങും. പുതിയ ജോലി ലഭിക്കാനും നിലവിലുള്ള ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനും ഒക്കെയുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ഇനി ബിസിനസ് ചെയ്യുന്ന മിഥുനൻ രാശിക്കാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ വർഷം വളരെ ശ്രദ്ധയോടെ ഉള്ള ചുവടുവെപ്പുകൾ ആവശ്യമായ ഒരു വർഷമാണ്. 2026 ഒക്ടോബർ വരെ വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതിയൊക്കെ ഉള്ളതിനാൽ ഈ സമയത്ത് പുതിയ സംരംഭങ്ങൾക്കൊക്കെ തുടക്കമൊക്കെ കുറിക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ വലിയ തുകകളൊക്കെ കടം വാങ്ങിയോ റിസ്ക് എടുത്തോ ഒക്കെ നിക്ഷേപിക്കുന്നത് ഒഴിവാക്കേണ്ടതുമാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഡിസംബറിലെ രാഹുകേതു മാറ്റത്തിന് ശേഷം പങ്കാളിയുമായി തർക്കങ്ങളിലൊക്കെ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. സുതാര്യതയൊക്കെ നിലനിർത്താൻ ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കഠിനമായ മത്സരങ്ങളെയൊക്കെ നേരിടേണ്ടി വരുമെങ്കിലും കൃത്യമായ പ്ലാനിങ്ങിലൂടെയൊക്കെ മികച്ച ലാഭം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കെട്ടിട നിർമ്മാണം, ഹോട്ടൽ, കമ്മ്യൂണിക്കേഷൻ എന്നീ മേഖലയിലൊക്കെ ഉള്ളവർക്ക് കൂടുതൽ നേട്ടങ്ങൾ ഈ വർഷം പ്രതീക്ഷിക്കാവുന്നതുമാണ്. ഇനി മിഥുനൻ രാശിക്കാരുടെ സാമ്പത്തിക വശത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഈ വർഷം വരുമാനവും ചിലവും ഒപ്പത്തിനൊപ്പം പോകാനാണ് സാധ്യത. ഒക്ടോബർ വരെ വ്യാഴം 2ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ സാമ്പത്തികമായിട്ടൊക്കെ നല്ല രീതിയിലുള്ളൊരു പിൻബലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കുടുങ്ങിക്കിടന്ന പണമൊക്കെ തിരികെ ലഭിക്കാം. അതുപോലെ പൂർവിക സ്വത്തുക്കളിൽ നിന്നുള്ള ലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ്. 2026 ഡിസംബറിലെ രാഹുകേതു മാറ്റത്തോടെ കേതു 2ാം ഭാവത്തിലേക്ക് വരുന്നത് അനാവശ്യമായ ചിലവുകളൊക്കെ വർദ്ധിപ്പിച്ചേക്കാം. കുടുംബാംഗങ്ങളുടെയൊക്കെ ആരോഗ്യത്തിന് വേണ്ടിയോ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കൊക്കെ വേണ്ടിയോ പണം ചിലവഴിക്കേണ്ടതായി വരാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ആർക്കും വലിയ തുകകൾ ജാമ്യം നൽകാനോ അല്ലെങ്കിൽ കടം കൊടുക്കാനോ ഈ വർഷം മുതിരരുത്. ലോട്ടറി, ഷെയർ മാർക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളിൽ അമിത താല്പര്യം കാണിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ വർഷം സന്തോഷവും സമാധാനവും ഒക്കെ നിലനിൽക്കുമെങ്കിലും ചില കാര്യങ്ങളിൽ ജാഗ്രത വേണം. അവിവാഹിതരായ മിഥുനം രാശിക്കാർക്ക് ഒക്ടോബർ വരെയുള്ള സമയം
വിവാഹ കാര്യങ്ങളിലൊക്കെ അനുകൂലമായ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ സമയമാണ്. അതുപോലെ കുടുംബത്തിലെ മംഗളകർമ്മങ്ങളും നടക്കാൻ സാധ്യതയുണ്ട്. 2ാം ഭാവത്തിൽ കേതുവൊക്കെ വരുന്നത് ഡിസംബറിന് ശേഷം സംസാരത്തിൽ അല്പം അപ്രിയതയൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെയും സൂക്ഷിക്കേണ്ടതാണ്. പങ്കാളിയുമായിട്ടൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിലും വ്യാഴത്തിൻ്റെയൊക്കെ അനുഗ്രഹത്താൽ അവ പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടാൻ സാധിക്കുന്നതാണ്. അതുപോലെ മക്കളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയൊക്കെ ആവശ്യമായി വരും. അവരുടെ പഠനകാര്യങ്ങളിലും ആരോഗ്യകാര്യങ്ങളിലുമൊക്കെ ഒരു പ്രത്യേക ശ്രദ്ധയും പുലർത്തേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഈ വർഷം കഠിനാധ്വാനത്തിൻ്റെ ഒരു സമയമാണ്. മനസ്സൊക്കെ എളുപ്പത്തിൽ ചഞ്ചലപ്പെടാനൊക്കെ സാധ്യതയുള്ളതിനാൽ പഠനത്തിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടിയേക്കാം. മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവരെ കൂടുതൽ പരിശ്രമിക്കേണ്ടതായൊക്കെ വരുന്നതാണ്. എങ്കിലും ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തോ മികച്ച കോളേജുകളിലോ ഒക്കെ പ്രവേശനം ലഭിക്കാൻ വർഷത്തിൻ്റെ ആദ്യ പകുതി സഹായിക്കുന്നതാണ്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ മിഥുനം രാശിക്കാർ ഈ വർഷം അലംഭാവമൊന്നും കാണിക്കരുത്. അസ്ഥി സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, അതുപോലെ ദഹന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദമൊക്കെ നിങ്ങളെ അലട്ടാൻ സാധ്യതയുണ്ട്. കൃത്യമായ ഭക്ഷണ രീതിയും വ്യായാമവും ഒക്കെ ശീലമാക്കുക. യാത്രകളിലൊക്കെ പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്നതും നന്നായിരിക്കും. ഇനി ഈ വർഷത്തെ ഗ്രഹദോഷങ്ങളുടെ തീവ്രതയൊക്കെ കുറയ്ക്കാനും ജീവിതത്തിൽ ഐശ്വര്യമൊക്കെ നിറയ്ക്കാനും മിഥുനം രാശിക്കാരെ ചെയ്യേണ്ട ലളിതമായ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തി എള്ളുവിളക്ക് കത്തിക്കുകയോ നീരാഞ്ജനം നടത്തുകയോ ഒക്കെ ചെയ്യുക. അതുപോലെ ഹനുമാൻ ചാലിസ ജപിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. അതുപോലെ വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ കഴിപ്പിക്കുക. മഞ്ഞപ്പൂക്കൾ സമർപ്പിക്കുന്നതും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിക്കുന്നതുമൊക്കെ വളരെയധികം നല്ലതാണ്. സർപ്പക്ഷേത്രങ്ങളിൽ വഴിപാട് രാഹുവിന് നടത്തുക. പ്രത്യേകിച്ച് ആയില്യം നാടുകളിൽ ദിവസവും വീടുകളിലെ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും കൃത്യമായ പ്ലാനിങ്ങും ഈശ്വരവിശ്വാസവും ഒക്കെ ഉണ്ടെങ്കിൽ മിഥുനം രാശിക്കാർക്ക് 1202 ആണ്ട് മികച്ച നേട്ടങ്ങളുടേതാക്കി മാറ്റാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.